ഹായ് ഫ്രണ്ട്സ്, RRB JEE സ്റ്റഡി വ്ലോഗിൻ്റെ ഡേ 6 ആണിന്ന്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഫിസിക്സാണ്. ഇത് ടേബിൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചു ഫിസിക്സ് കുറച്ചുകൂടെ മുമ്പോട്ട് പോകാമെന്നാണ്. അങ്ങനെ ഫിസിക്സ് എടുത്ത് ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞതുകൊണ്ട് ഡിസ്കവറീസ് ഉണ്ടല്ലോ, ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അതിനകത്ത് എല്ലാം ഒറ്റയടിക്ക് പഠിക്കാതെ കുറച്ചായിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് പോർഷൻസ് പഠിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് കുറച്ച് നേരം പിന്നെ നോക്കി. പിന്നെ പഴയ പോർഷൻസ് പഠിച്ചതുണ്ടല്ലോ, അത് വീണ്ടും ഓർമ്മയുണ്ട്. ഇന്നലെ ഓൾറെഡി റിവൈസ് ചെയ്തെങ്കിലും എപ്പോഴും നോക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ വീണ്ടും ജസ്റ്റ് റീഡ് ചെയ്ത് പോയാൽ അപ്പോൾ നമുക്ക് പഠിക്കണം എന്നല്ല, ജസ്റ്റ് റീഡ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ടേബിൾസൊക്കെ പഠിക്കുമ്പോൾ മാക്സിമം എല്ലാവരും ഒരു സൈഡ് ഓപ്പൺ ചെയ്ത് വെച്ച് മറ്റേ സൈഡ് ഒന്ന് കൈ വെച്ചോ അല്ലെങ്കിൽ വല്ല പേപ്പറോ ബുക്കോ വല്ലതും വെച്ച് മറിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് നോക്കുന്നു, റൈറ്റ് ആൻസർ പറയുന്നു, ശരിയാണോ നോക്കി പോവുക. ജസ്റ്റ് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് പഠിച്ചു എന്നുള്ളത് നമുക്കൊരു ഉറപ്പ് വരുത്താമല്ലോ. അങ്ങനെ അതിന് ശേഷം പിന്നെ ഞാൻ മറിച്ച് നോക്കിയപ്പോൾ അടുത്തത് മോഷനും ലോസ് ഓഫ് മോഷനും അതൊക്കെ നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് അടുത്ത ചാപ്റ്ററായ ഗ്രാവിറ്റേഷനാണ്. ഗ്രാവിറ്റേഷൻ അങ്ങനെ കുറേ നേരം ഗ്രാവിറ്റേഷൻ പഠിച്ചു. പണ്ട് ഞാൻ ക്ലാസ് കണ്ടിട്ടുണ്ട്. അതിന് സൈഡിലൊക്കെ കുറച്ച് നോട്ട്സൊക്കെ ഉണ്ട്. അതിനകത്ത് എന്തുവാ ഗ്രാവിറ്റി, എന്താ കെപ്ലേഴ്സ് ലോ പറയുന്നുണ്ട്, സാറ്റലൈറ്റ്, ഓർബിറ്റൽ വെലോസിറ്റി, പിന്നെ എസ്കേപ്പ് വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു പുതിയ അറിവ് ഷെയർ ചെയ്താലോ. മൂണിൽ എന്തുകൊണ്ട് അറ്റ്മോസ്ഫിയർ ഇല്ല? ആർക്കെങ്കിലും ആൻസർ അറിയോ? റീസൺ വേറൊന്നുമല്ല, നമ്മുടെ മൂണിൻ്റെ മാസ് എന്ന് പറയുന്നത് എർത്തിൻ്റെ മാസിൻ്റെ 1/81 അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 1/6 ഓഫ് എർത്തുമാണ്. ഇല്ല, അതുകൊണ്ടാണ് അവിടെ അറ്റ്മോസ്ഫിയർ ഇല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ചാപ്റ്റർ നോക്കി. അത് ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിൽ അത് SMൽ വരുന്ന ഒരു സംഭവമാണ്. സ്ട്രെസ് എന്താ, സ്ട്രെയിൻ എന്താ, പ്ലാസ്റ്റിസിറ്റി, ഇലാസ്റ്റിക് ലിമിറ്റ്, ഹൂക്സ് ലോ, പോയ്സൺസ് റേഷ്യോ, ഡെൻസിറ്റി, പ്രഷർ, പിന്നെ പാസ്കൽസ് ലോ തുടങ്ങിയതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഞാൻ വല്ല വെറൈറ്റി ക്വസ്റ്റ്യൻസ് കാണുവാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. മാക്സിമം ആൻസർ കമൻറ്റ് ചെയ്യാൻ നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന വേവ് ഏതാണ്? ഒന്നുകൂടെ പറയാം, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന വേവ് ഏതാണ്? ഓക്കെ, ആൻസർ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക, അറിയാത്തവർ സെർച്ച് ചെയ്യുക, അതും അല്ലാത്തവർ നാളത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ മതി. സോ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇന്നലെ ഞാൻ ഒരു PYQ വർക്കൗട്ട് ചെയ്തായിരുന്നല്ലോ. അപ്പോൾ പതിവ് പോലെ അതിനകത്ത് 50 ക്വസ്റ്റ്യൻസ് പഠിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഡേ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. പിന്നെ രാത്രി നോക്കിയപ്പോൾ എനിക്ക് വീണ്ടും ടൈം കിട്ടുന്നുണ്ട്. മീൻസ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇത്രയും കവർ ചെയ്ത് കഴിഞ്ഞു, ഇനി രാത്രി എക്സ്ട്രാ ടൈം കിടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു യൂട്യൂബിൽ കയറി ഏതെങ്കിലും ചാനലിൽ ഈ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ റീസണിങ് ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ നേരം അതുകൊണ്ടിരുന്നു. ഇപ്പോൾ നിങ്ങളിപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തവരോട് പറയാനുള്ളത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സിലബസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ എന്ന് വിചാരിച്ച് പഠിത്തം ഒരിക്കലും നിർത്തരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന ആദ്യം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ പഠിച്ച് നമ്മൾ ആ ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുള്ളത് ഷുവറാണ്. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തവർക്ക് ലക്കൊരു ഫാക്ടറാണ്, പിന്നെ മനസ്സിലാക്കി പഠിക്കുന്നത് വേറൊരു ഫാക്ടറാണ്. എക്സാമിന് ചെന്നിരിക്കുമ്പോൾ നമുക്കായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് അവരെക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് എപ്പോൾ പഠിക്കുന്നു അതിലല്ല, ഔട്ട്പുട്ടിലാണ് കാര്യം. സോ താങ്ക് യു.